ഓം ശാന്തി 18/8/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ബാബ വഴികാട്ടിയാണ് എന്നതുപോലെ വഴികാട്ടിയായി മാറി എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അന്ധരുടെ ഊന്നുവടിയായി മാറണം. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് മാത്രം അറിയാവുന്ന ഈ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ അനാദി ഡ്രാമയുടെ രഹസ്യം എന്താണ്? ഉത്തരം: ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ അനാദി നാടകമാണ്. ഇതിൽ ഒരു അഭിനേതാവിനെയും കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല, ആരെയും കുറയ്ക്കാനും കഴിയുകയില്ല. ഇടയിൽ ആർക്കും മോക്ഷം ലഭിക്കില്ല. ഞങ്ങൾക്ക് ഈ വരവ് പോക്കിന്റെ ചക്രത്തിൽ നിന്ന് മുക്തമാകണമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ബാബ പറയുന്നു, കുറച്ചു സമയത്തേക്ക് മാത്രം ഇതിൽ നിന്ന് മുക്തമാകാം. പക്ഷെ പാർട്ടിൽ നിന്ന് ഒരിക്കലും ആർക്കും മുക്തമാകാൻ സാധിക്കില്ല. ഡ്രാമയുടെ ഈ രഹസ്യത്തെക്കുറിച്ച് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. ഓം ശാന്തി. ഭോലാനാഥനെന്ന് ആരെയാണ് പറയുന്നതെന്ന് മധുരമധുരമായ കുട്ടികൾക്കറിയാം. നിങ്ങൾ സംഗമയുഗികളായ കുട്ടികൾക്ക് മാത്രമേ ഇതറിയൂ. കലിയുഗി മനുഷ്യർക്ക് ലേശം പോലും അറിയില്ല. ജ്ഞാനസാഗരൻ ഒരേയൊരു ബാബയാണ്. ബാബ തന്നെയാണ് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കി തരുന്നത്. തന്റെ പരിചയം നൽകുന്നു. ഇപ്പോഴാണ് നിങ്ങൾ കുട്ടികൾക്കും മനസ്സിലാകുന്നത്. മുൻപ് നിങ്ങൾക്കും ഇതറിയുമായിരുന്നില്ല. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് വന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നത്, പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നത്. നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ നാടകമാണ്. ഇതിൽ ഒരു അഭിനേതാവിനും കൂടാനോ കുറയാനോ സാധിക്കില്ല. എല്ലാവർക്കും തന്റേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ആർക്കും മോക്ഷം ലഭിക്കില്ല. ആര് ഏതെല്ലാം ധർമ്മത്തിലുള്ളവരാണോ അവർ ആ ധർമ്മത്തിലേക്ക് തന്നെ പോകുന്നു. ധർമ്മസ്ഥാപകർ വന്നാലേ പിന്നാലെ മറ്റുള്ളവർക്ക് പാർട്ടുള്ളൂ. ഇതെല്ലാം തന്നെ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. മുഴുവൻ ലോകത്തിലുള്ള മനുഷ്യരും ഈ സമയം നാസ്തികരാണ്. അർത്ഥം, പരിധിയില്ലാത്ത അച്ഛനെ അറിയാത്തവരാണ്. മനുഷ്യർക്കല്ലേ അറിയേണ്ടത്. ഇത് മനുഷ്യരുടെ നാടകശാലയാണ്. ഓരോ ആത്മാക്കളും നിർവാണധാമത്തിൽ നിന്നും പാർട്ട് അഭിനയിക്കാനായി വരുന്നു. പിന്നീട് നിർവാണധാമത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥവും ചെയ്യുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ആരും തന്നെ തിരിച്ചു പോകുന്നില്ല. ആർക്കും നാടകത്തിൽ നിന്ന് മുക്തമാകാൻ സാധിക്കില്ല. ആരും മോക്ഷം പ്രാപിക്കില്ല. ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ നാടകമാണ്. ചില മനുഷ്യർ മോക്ഷം ലഭിക്കുമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൈനധർമ്മത്തിലുള്ളവർ ഇതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ രീതിയും സമ്പ്രദായവുമാണ്. അവർ അവരുടെ ഗുരുവിനെ മാനിക്കുന്നുമുണ്ട്. അല്ലാതെ ആർക്കും തന്നെ മോക്ഷം ലഭിക്കുന്നില്ല. നമ്മൾ ഡ്രാമയിൽ പാർട്ടുധാരികളാണെന്ന് നമുക്കറിയാം. നമ്മൾ എപ്പോൾ വന്നു, ഇനി എങ്ങനെ തിരികെ പോകും എന്ന് ആർക്കും തന്നെ അറിയില്ല. മൃഗങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഞങ്ങൾ അഭിനേതാക്കളാണെന്നുള്ളത് മനുഷ്യർക്ക് മാത്രമല്ലേ അറിയൂ. ഇവിടെ കർമ്മക്ഷേത്രമാണ്. അവിടെ നിർവാണധാമത്തിലാണ് ആത്മാക്കൾ വസിക്കുന്നത്. അതിനെ കർമ്മക്ഷേത്രം എന്നൊരിക്കലും പറയില്ല. അത് നിരാകാരി ലോകമാണ്. അവിടെ നാടകമില്ല, അഭിനയവുമില്ല. നിരാകാരി ലോകത്തു നിന്നും സാകാരി ലോകത്തിലേക്ക്
പാർട്ട് അഭിനയിക്കാനായി വരികയാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും പ്രളയം സംഭവിക്കുന്നില്ല. ശാസ്ത്രത്തിൽ കാണിക്കുന്നുണ്ട്, മഹാഭാരത യുദ്ധത്തിൽ യാദവരും കൗരവരും മരണപ്പെട്ടു. ബാക്കി പഞ്ചപാണ്ഡവർ അവശേഷിച്ചു. അവരും പർവ്വതത്തിൽ ഉരുകി മരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ബാക്കി ആരും തന്നെ അവശേഷിക്കുന്നില്ല. ഇതിലൂടെ മനസ്സിലാക്കുന്നു പ്രളയം സംഭവിച്ചു എന്ന്. ഈ കഥകളെല്ലാം ഉണ്ടാക്കിയതാണ്. പിന്നീട് കാണിക്കുന്നു, സമുദ്രത്തിലൂടെ ആലിലയിൽ കൃഷ്ണൻ കാലിലെ തള്ളവിരൽ കുടിച്ചുവന്നു. പക്ഷേ ഇതിലൂടെ എങ്ങനെ ലോകത്തിന്റെ സ്ഥാപന ഉണ്ടാകും? എന്തെല്ലാം കേൾക്കുന്നുവോ അതിനെയെല്ലാം മനുഷ്യർ സത്യം സത്യം എന്ന് പറഞ്ഞു വന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ശാസ്ത്രങ്ങളിലും എന്തെല്ലാമാണ് എഴുതി വച്ചിട്ടുള്ളത്. അതെല്ലാം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളാണ്. ഭക്തർക്ക് ഫലം നൽകുന്നത് ഒരേയൊരു ഭഗവാനായ അച്ഛനാണ്. ചിലർ മുക്തിയിലേക്കും ചിലർ ജീവൻ മുക്തിയിലേക്കും പോകുന്നു. ഓരോ പാർട്ട്ധാരി ആത്മാവിന്റെയും പാർട്ട് എപ്പോഴാണോ വരുന്നത് അപ്പോഴേ അവർ മുകളിൽ നിന്ന് താഴേക്ക് വരൂ. ഈ ഡ്രാമയുടെ രഹസ്യം നിങ്ങൾ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഞങ്ങൾക്ക് രചയിതാവിനെക്കുറിച്ചും രചനയെക്കുറിച്ചും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഡ്രാമയിലെ അഭിനേതാക്കളായിട്ടും ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ കാളയളവിനെ കുറിച്ച് അറിയുന്നില്ല എങ്കിൽ വിവേകഹീനർ എന്നല്ലേ പറയൂ. മനസ്സിലാക്കി കൊടുത്തിട്ടും അവർ മനസ്സിലാക്കുന്നില്ല. 84 ലക്ഷം ജന്മങ്ങൾ എന്ന് മനസ്സിലാക്കിയതിലൂടെ കാലയളവും ലക്ഷക്കണക്കിന് വർഷങ്ങൾ നൽകി. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ ഞങ്ങൾ അങ്ങയിൽ നിന്നും കൽപ്പകൽപ്പം വന്ന് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി എടുക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപും അങ്ങുമായി മിലനം ചെയ്തിരുന്നു. പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നതിനായി. യഥാ രാജ റാണി തഥാ പ്രജ, എല്ലാവരും വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. പ്രജകളും പറഞ്ഞിരുന്നു, ഞങ്ങൾ വിശ്വത്തിന്റെ അധികാരികളാണ്. നിങ്ങളും എപ്പോഴാണോ വിശ്വത്തിന്റെ അധികാരികളായിരുന്നത് ആ സമയത്ത് ചന്ദ്രവംശി രാജ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഡ്രാമയിലെ മുഴുവൻ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചും അറിയാം. മനുഷ്യർ ഭക്തിമാർഗത്തിൽ ഒന്നും അറിയാതെ തന്നെ ധാരാളം പൂജ ചെയ്തിരുന്നു. ആരുടെയാണോ ഭക്തി ചെയ്തിരുന്നത് അവരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയണമല്ലോ. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ബാബയിലൂടെ എല്ലാവരുടെയും ജീവചരിത്രത്തെക്കുറിച്ച് അറിയാം. നിങ്ങൾ ബാബയുടേതായി മാറിയിരിക്കുകയാണ്. ബാബയുടെ ചരിത്രത്തെക്കുറിച്ചും അറിയാം. ബാബയാണ് പതിതപാവനൻ, മുക്തേശ്വരൻ, വഴികാട്ടി. നിങ്ങളെ പാണ്ഡവർ എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരുടെയും ഗൈഡായി മാറുന്നു. അന്ധരുടെ ഊന്നുവടിയായി മാറുന്നു. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി. ഏതുപോലെയാണോ ബാബ വഴികാട്ടി അതുപോലെ കുട്ടികളും വഴികാട്ടികളായി മാറണം. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആത്മാക്കളാണ്. ബാബ പരമാത്മാവാണ്. ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഭാരതം പണ്ട് പരിധിയില്ലാത്ത രാജ്യമായിരുന്നു, ഇപ്പോഴില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് എടുക്കുകയാണ്. അതായത് മനുഷ്യനിൽ നിന്നും ദേവത ആവുകയാണ്. നമ്മൾ തന്നെയായിരുന്നു ദേവതകൾ. പിന്നീട് 84 ജന്മങ്ങളെടുത്ത് ശൂദ്രനായി മാറി. ബാബ വന്ന് ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാക്കുന്നു. യജ്ഞത്തിൽ ബ്രാഹ്മണർ തീർച്ചയായും വേണം. ഇത് ജ്ഞാനയജ്ഞമാണ്. ഭാരതത്തിൽ ധാരാളം യജ്ഞങ്ങൾ രചിക്കുന്നുണ്ട്. അതിലും പ്രത്യേകിച്ച് ആര്യ സമാജത്തിലുള്ളവർ വളരെയധികം യജ്ഞം രചിക്കുന്നു. പക്ഷേ ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്. ഇതിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹ ആവണം.
ഇപ്പോൾ ബുദ്ധി ഉപയോഗിക്കൂ. കലിയുഗത്തിൽ ഇപ്പോൾ ധാരാളം മനുഷ്യരുണ്ട്. ഈ മുഴുവൻ പഴയ ലോകവും നശിക്കും. ഒരു വസ്തുവും ഉപയോഗത്തിൽ വരികയില്ല. സത്യയുഗത്തിൽ എല്ലാം പുതിയതായിരിക്കും. ഇവിടെ എത്ര അഴുക്കാണ്! മനുഷ്യർ എത്ര മോശമായ രീതിയിലാണ് ജീവിക്കുന്നത്. ധനവാന്മാർ വലിയ നല്ല കൊട്ടാരങ്ങളിൽ വസിക്കുന്നു. പാവപ്പെട്ടവർ അഴുക്കുള്ള സ്ഥലത്ത് കുടിലുകളിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഈ കുടിലുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേറെ സ്ഥലം നൽകി ആ സ്ഥലം വിൽക്കുന്നു. അവർ മാറിപ്പോകുന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ചു മാറ്റുന്നു. ദരിദ്രർ ദുഃഖികളാണ്. ആരാണോ സുഖികളായി ജീവിക്കുന്നവർ അവർക്ക് സ്ഥിരമായി സുഖവുമില്ല. അഥവാ സുഖമുണ്ടെങ്കിൽ കാകവിഷ്ട സമാന സുഖം എന്ന് അതിനെയാണ് പറയുന്നത്. ശിവഭഗവാനുവാച, നമ്മൾ ഈ മാതാക്കളിലൂടെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുകയാണ്. മാതാക്കൾക്കാണ് കലശം നൽകിയിരിക്കുന്നത്. അവർ പിന്നീട് എല്ലാവരെയും ജ്ഞാനാമൃതം കുടിപ്പിക്കുന്നു. പക്ഷെ നിങ്ങളുടേത് പ്രവൃത്തി മാർഗമാണ്. നിങ്ങൾ സത്യമായ ബ്രാഹ്മണരാണ്. നിങ്ങളാണ് എല്ലാവരെയും ജ്ഞാനചിതയിൽ ഇരുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ദൈവിക സമ്പ്രദായത്തിലുള്ളവരായി മാറുന്നു. ആസുരീയ സമ്പ്രദായമാർത്ഥം രാവണ രാജ്യമാണ്. ഗാന്ധിജിയും രാമരാജ്യം വേണമെന്ന് പറഞ്ഞിരുന്നു. പതിത പാവന എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും അവനവനെ പതീതരെന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ നിങ്ങൾ കുട്ടികളെ ഉണർത്തുന്നു. നിങ്ങൾ ഘോര അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നിരിക്കുകയാണ്. മനുഷ്യർ മനസ്സിലാക്കുന്നു ഗംഗാ സ്നാനത്തിലൂടെയാണ് പാവനമാകുന്നത്. ഗംഗാ നദിയിൽ ഹരിദ്വാറിലുള്ള മുഴുവൻ അഴുക്കും ഉണ്ട്. ചില സ്ഥലത്ത് ഈ അഴുക്ക് മുഴുവനും കൃഷിയിടങ്ങളിൽ പോകുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അവിടെ ധാരാളം ധാന്യങ്ങൾ ഉണ്ടാകും. പൈസ ചിലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാബ അനുഭവിയല്ലേ. ആദ്യം ധാന്യങ്ങൾക്കെല്ലാം എത്ര വില കുറവായിരുന്നു. സത്യയുഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ വസ്തുവിനും വില കുറവാണ്. അപ്പോൾ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനമാകണം. യുക്തി വളരെ സഹജമായാണ് പറഞ്ഞു തരുന്നത്. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ആത്മാവിൽ കറ പറ്റിയതോടെ മുക്കുപണ്ടമായി പോയി. പവിഴ ബുദ്ധികളായിരുന്നവർ ഇപ്പോൾ കല്ല് ബുദ്ധികളായി മാറി. നിങ്ങൾ കുട്ടികളിപ്പോൾ ബാബയുടെ അടുത്തേക്ക് കല്ല് നാഥനിൽ നിന്നും പവിഴനാഥനായി മാറാൻ വന്നിരിക്കുകയാണ്. പരിധിയില്ലാത്ത അച്ഛൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. അതും സ്വർണിമയുഗത്തിലെ വിശ്വത്തിന്റെ. ഇത് കലിയുഗി വിശ്വമാണ്. ബാബ കുട്ടികളെ പവിഴപുരിയിലെ അധികാരിയാക്കി മാറ്റുകയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള കൊട്ടാരങ്ങളും മാളികകളും ഒന്നും ഉപയോഗത്തിലേക്ക് വരികയില്ല. എല്ലാം നശിച്ചു പോകും. ഇവിടെ എന്താണ് എടുത്തു വച്ചിരിക്കുന്നത്? അമേരിക്കയിൽ എത്ര സ്വർണമാണുള്ളത്? ഇവിടെ മാതാക്കളിലുള്ള കുറച്ച് സ്വർണം പോലും അവർ എടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് കടമായി സ്വർണം നൽകണം. നിങ്ങൾക്കവിടെ, അതായത് സത്യയുഗത്തിൽ, സ്വർണം തന്നെ സ്വർണമാണ്. ഇവിടെയുള്ള കക്കകൾ അവിടെ സ്വർണമായിരിക്കും. ഇതിനെയാണ് കലിയുഗം എന്ന് പറയുന്നത്. ഭാരതം തന്നെയാണ് അവിനാശി ഖണ്ഡം. ഒരിക്കലും നശിക്കുന്നില്ല. ഭാരതം തന്നെയാണ് ഏറ്റവും ഉയർന്നതിലും ഉയർന്നത്. നിങ്ങൾ മാതാക്കൾ മുഴുവൻ വിശ്വത്തെയും ഉദ്ധരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പുതിയ ലോകം ആവശ്യമാണ്. അതിനുവേണ്ടി പഴയ ലോകം നശിക്കണം. എത്രത്തോളം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ശരീര നിർവഹണാർത്ഥം ജോലിയും ചെയ്യണം. ഒന്നും ഉപേക്ഷിക്കേണ്ടതായി ഇല്ല. ബാബ പറയുന്നു,
എല്ലാം ചെയ്തുകൊണ്ടും എന്നെ ഓർമ്മിക്കൂ. ഭക്തിമാർഗത്തിൽ നിങ്ങൾ പ്രിയതമനായ എന്നെ ഓർമ്മിച്ചു വന്നു. വരൂ, വന്ന് ഞങ്ങളെ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കൂ. ബാബയെ വഴിയാത്രികൻ എന്നും പറയുന്നു. നിങ്ങളെല്ലാവരും വഴിയാത്രക്കാരാണ്. നിങ്ങളെല്ലാവരുടെയും വീട് ശാന്തിധാമമാണ്. അവിടെയാണ് സർവാത്മാക്കളും വസിക്കുന്നത്. നിങ്ങൾ മറ്റുള്ള ആത്മാക്കളെ ജ്ഞാനചിതയിൽ ഇരുത്തുന്നു. എല്ലാ കർമ്മക്കണക്കുകളെയും ഇല്ലാതാക്കി അവസാനം തിരികെ പോകണം. പിന്നീട് ആദ്യം മുതൽ പാർട്ട് അഭിനയിക്കാൻ ഇറങ്ങിവരുന്നു. എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നുവോ, എത്രത്തോളം പവിത്രമാകുന്നുവോ, ഉയർന്ന പദവി നേടുന്നു. മാതാക്കൾക്കും ധാരാളം അവസരമുണ്ട്. പുരുഷന്മാരുടെ ബുദ്ധി ജോലി മുതലായവയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ബാബ കലശം മാതാക്കൾക്ക് നൽകിയത്. ഇവിടെ പത്നിയോട് പറയുന്നു, പതിയാണ് നിങ്ങളുടെ ഈശ്വരനും ഗുരുവും സർവ്വതും. നിങ്ങൾ അവരുടെ ദാസിയാണ്. ഇപ്പോൾ ബാബ വീണ്ടും മാതാക്കളെ എത്ര ഉയർന്നതാക്കിയാണ് മാറ്റുന്നത്. നിങ്ങൾ നാരികൾ തന്നെയാണ് ഭാരതത്തെ ഉദ്ധരിക്കുന്നത്. ചിലർ ബാബയോട് ചോദിക്കുന്നു, ഈ വരവ് പോക്കിന്റെ ചക്രത്തിൽ നിന്നും മുക്തമാകാൻ സാധിക്കുമോ? ബാബ പറയുന്നു, യെസ്, കുറച്ചു സമയത്തേക്ക് വേണ്ടി. നിങ്ങൾ കുട്ടികൾക്ക് ഓൾറൗണ്ടറായി ആദ്യം മുതൽ അന്തിമം വരെ പാർട്ട് അഭിനയിക്കണം. മറ്റുള്ളവരെല്ലാവരും മുക്തിധാമത്തിൽ വസിക്കുന്നു. അവർക്കുള്ള പാർട്ട് കുറച്ചേ ഉള്ളൂ. അവർ സ്വർഗത്തിലേക്ക് വരുന്നവരല്ല. ഈ വരവ് പോക്കിന്റെ ചക്രത്തിൽ നിന്ന് മുക്തമാകുന്നത് അവരാണ്. ആരാണോ അവസാനം വന്ന് പെട്ടെന്ന് പോകുന്നവർ, അവർക്ക് ജ്ഞാനം കേൾക്കാൻ സാധിക്കില്ല. ആരാണോ ആദ്യം മുതൽ അന്തിമം വരെ പാർട്ട് അഭിനയിക്കുന്നത്, അവരെ ജ്ഞാനം കേൾക്കൂ. ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് അവിടെ തന്നെ ഇരിക്കാനാണ് ഇഷ്ടമെന്ന്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. അവസാനം വരണമെന്നുള്ള അവരുടെ പാർട്ട് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ബാക്കി മുഴുവൻ സമയവും ശാന്തിധാമത്തിൽ വസിക്കുന്നു. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സത്യം സത്യമായ ബ്രാഹ്മണനായി മാറി എല്ലാവർക്കും ജ്ഞാനാമൃതം കുടിപ്പിക്കണം. ജ്ഞാനചിതയിൽ ഇരുത്തണം. 2. ശരീര നിർവഹണാർത്ഥം ജോലികളെല്ലാം ചെയ്തുകൊണ്ടും പതീതത്തിൽ നിന്ന് പാവനമാകുന്നതിന് വേണ്ടി ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. എല്ലാവർക്കും ബാബയുടെ ഓർമ്മ ഉണർത്തണം. വരദാനം: വിശേഷതകളുടെ ദാനത്തിലൂടെ മഹാനായി മാറുന്ന മഹാദാനി ഭവ. ജ്ഞാനദാനം എല്ലാവരും ചെയ്യും. പക്ഷേ താങ്കൾ വിശേഷാത്മാക്കൾ തന്റെ വിശേഷതകളെ ദാനം ചെയ്യണം. ആരൊക്കെ തന്റെ പക്കൽ വരുന്നുവോ അവർക്ക് ബാബയുടെ സ്നേഹം അനുഭവപ്പെടണം. താങ്കളുടെ മുഖത്തിലൂടെ ബാബയുടെ ചിത്രവും ചലനവും ബാബയുടെ ചരിത്രവും കാണപ്പെടണം. താങ്കളുടെ വിശേഷതകൾ കണ്ടുകൊണ്ട് അവർക്ക് വിശേഷാത്മാവായി മാറാനുള്ള പ്രേരണ ലഭിക്കണം. അങ്ങനെയുള്ള മഹാദാനിയായി മാറൂ. എങ്കിൽ ആദി മുതൽ അന്ത്യം വരെ പൂജ്യരും പൂജാരിയായും മഹാനത കാണപ്പെടും. സ്ലോഗൻ: സദാ ആത്മാഭിമാനികളായിരിക്കുന്നവർ തന്നെയാണ് ഏറ്റവും വലിയ ജ്ഞാനി. അവ്യക്ത സൂചന: സഹജയോഗിയായി മാറുന്നതിന് വേണ്ടി പരമാത്മ സ്നേഹത്തിന്റെ അനുഭവിയായി മാറൂ. ആരാണോ സദാ ബാബയുടെ ഓർമ്മയിൽ ലവ്ലീനമായി ഇരുന്നുകൊണ്ട് ഞാൻ എന്ന ഭാവം ത്യാഗം ചെയ്യുന്നത്, അവരിലൂടെ മാത്രമേ ബാബയെ പ്രത്യക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കുട്ടികൾ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ബാബയെ ഓർമ്മിച്ചുകൊണ്ട് ലവ്ലീന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. എപ്പോൾ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നുവോ
അർത്ഥം സ്നേഹത്തിൽ മഗ്നമായിക്കൊണ്ടിരിക്കുന്നുവോ അപ്പോൾ ബാബയ്ക്ക് സമാനമായി മാറുന്നു. ഓം ശാന്തി.